இல்ல. அல்லாஹ் அல்லாஹ்களை விളിച്ചു துஆக்கிறதுக்கு இப்ராஹிம் நபி அலைஹிஸ்ஸலாத்து வஸலாம் ഞങ്ങളെ നബി ചൊല്ലില്ലേ ഒരർഹത്തും ഇല്ല. അതെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു ദുആർക്ക് ക്രിസ്ത്യാനിമാർക്ക് ഇബ്രാഹിം നബി ഞങ്ങളെ നബി ചൊല്ലുക അർഹത്തെ ഇല്ല. ഉസൈർ നബി വിളിച്ചു ദുആർക്ക് യഹൂദിമാർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളെ നബി ചൊല്ലുക അർഹത്തെ ഇല്ല. ഏത് രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവട്ടെ അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു ദുആർന്നു ഇന്ന് മക്ക മുശ്രിക്കുമാർ ഇബ്രാഹിം നബി ഞങ്ങളെ നബി ചൊല്ലു എന്നാണ് അതിന് അർഹപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നു. അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തെ മൊയ്തീൻ ശൈഖിനെ വിളിച്ചു ദുആർക്കറൻകും റിഫായത്തിനെ വിളിച്ചു ദുആർക്കറൻകും അമ്പിയാക്കന്മാരെ വിളിച്ചു ദുആർക്കറൻകും ഔലിയാക്കന്മാരെ വിളിച്ചു ദുആർക്കറൻകും അല്ലാഹു അല്ലാഹുവിനെ വിളിച്ചു ദുആർക്കറൻകി ഇബ്രാഹിം നബി ഞങ്ങളെ നബി ചൊല്ലുന്നു. ഒരർഹത്തുമില്ല ചൊല്ലത് ഗൗരവമായി മനസ്സിലാക്കാനായി കാര്യത്തിക്കരുത്. എന്താ കാരണം? അതേ ഇബ്രാഹിം നബിയുടെ ക്വാളിറ്റി മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു അല്ലാഹുവിനെ വിളിച്ചു ദുആർന്നിട്ടില്ല, അല്ലാഹു അല്ലാഹുവിനെ നേർച്ച കൊടുത്തിട്ടില്ല, അല്ലാഹു അല്ലാഹുവിനെ തവക്കലാക്കിയിട്ടില്ല, അല്ലാഹു അല്ലാഹുവിനെ ബലി കൊടുത്തിട്ടില്ല, അല്ലാഹു അല്ലാഹുവിനെ വിളിച്ചു ദുആർന്നിട്ടില്ല. ഇതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്വാളിറ്റി ചൊല്ലു അല്ലാഹു ഖുർആനിൽ സ്പഷ്ടമാക്കി തരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകരക്ഷിതാവായ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ വിളിച്ചു ദുആർന്നരെ. അത് മാത്രമല്ല, ആ തൗഹീദ് കൈക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആത്മാർഗ ക്ഷണിച്ചിലെ ആ വസ്സലാമിന്റെ ജീവന ചരിത്രത്തെ നാം മനസ്സിലാക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനന ഇപ്പത്തെ ഇറാഖിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത്. ബാബിലോണിയ ചൊല്ലുന്ന റായത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ബറെ പേര് ആസറ ചൊല്ലിക്ക് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധ്യമാണ്. അതല്ലാത്തെ പേരും കുറെ ഉലമാക്കന്മാർ ചൊല്ലുന്നത് ആസറ ചൊല്ലുന്നത് അതൊരു ലഖബ് മാത്ര, അതൊരു വിളിപ്പേര് മാത്ര. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ അബ്ബറെ പേര് താരഹ് ചൊന്തു അങ്ങനെ ചൊല്ലുന്നത്. അതിന് ഇങ്ങനത്തെ അഭിപ്രായം ഉണ്ടല്ല. ആസറ ചൊല്ലുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ബറെ പേര് മാത്രമോ താരഹ് ചൊല്ലുന്നത് അത് വിളിപ്പേരായിരിക്കും. അങ്ങനെ അഭിപ്രായ വ്യത്യാസം നമുക്ക് കാണാൻ സാധ്യമാവും. മാത്രമല്ല ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസക്കിരെ ആസറ ചൊല്ലിയിരിക്കുന്നു. സൂറത്ത് അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ഇദ് ഖാല ഇബ്രാഹിം ലിഅബീഹി ആസറ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്ത അബ്ബറൊട്ടിಗೆ ആസറ ചൊല്ലുന്നത് അബ്ബറൊട്ടിಗೆ ചൊന്ന ಸಂದರ್ಭ ചൊന്ന അല്ലാഹു ഖുർആനിൽ ഇബ്രാഹിം നബി അബ്ബറെ പേര് യൂസക്കിരെ ആസറ ചൊല്ലിയിരിക്കുന്നു. ഏതായാലും ഉമ്മയുടെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ വിഷയത്തില് കൃത്യമായ ഒരു പരാമർശ ഒരു ഖുർആനിലാവട്ടോ ഹദീസിലാവട്ടോ നമുക്ക് കാണാൻ സാധ്യല്ല. അങ്ങനെ ഉമ്മ ആറ് എന്തിരെ ഉമ്മയുടെ പേരെന്തിരെ കുറെ അഭിപ്രായമെല്ലാം ഉണ്ട്. മാത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു എന്തിരെ എവിഡൻസ് നമുക്ക് അതൊക്കെ കാണാൻ സാധ്യല്ല. അങ്ങനെ ഖുർആൻ എന്തിരെ പഠിപ്പാട്ടിയത് ഹദീസ് എന്തിരെ പഠിപ്പാട്ടിയത് അത് മാത്രമേ നമുക്ക് പ്രാധാന്യമുള്ളതായിട്ട് അതിലേക്ക് അപ്പുറത്തതാൽച്ചനാക്കരുത്. അത് എന്തിരെ ബാലിശമായ അതൊരു വേസ്റ്റായ ഒരു കാര്യം ഉലമാക്കന്മാർ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ നമുക്ക് പഠിപ്പാട്ടിരുന്ന അതിലേക്ക് പ്രാധാന്യമില്ല. അതല്ലാത്തത് അപ്പുറത്ത് ചിന്തിക്കരുത്, അതിൽ പ്രാധാന്യം ഇല്ല ചൊല്ലിക്കുന്നത് നാം മനസ്സിലാക്കുന്നില്ല. ഏതായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു പറയുമ്പോഴത്തേക്ക് എവിടെ ജനിച്ചു പണ്ടേ വിഗ്രഹത്തെ അടിയിലേക്ക് വിഗ്രഹത്തെ വിളിച്ചു ദുആർന്നു ഇന്ന് വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തു ഇന്ന് അബ്ബ അല്ലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബറെ സ്വറമേ വിഗ്രഹ ഉണ്ടാക്കി കൊടുക്കരേ, ഐഡൽസ് ഉണ്ടാക്കരേ, ഇങ്ങനത്തെ സ്റ്റാച്ചുകളെല്ലാം ഉണ്ടാക്കിയിട്ട് ആൾമാർക്ക് വിൽക്കരേ. അങ്ങനത്തെ ഒരു സ്വർത്ത ഒരാളേക്ക് ഇബ്രാഹിം നബി അബ്ബ ആ ഈ വിഗ്രഹത്തെ അടിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു പണ്ട് ചെറിയതിലെ ഈ വിഗ്രഹത്തെ നോക്കിയിട്ടേക്ക് വളരുന്നത്. അതേപോലെ ചെറിയതിലെ അല്ലാഹു അല്ലാഹുവിനെ വിളിച്ചു ദുആർക്കറും വിഗ്രഹത്തെ പൂജാക്കരുതും വിഗ്രഹത്തെ ആരാധനാക്കരുതേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുരേ. മാത്രമാ ആ ചെറിയതിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബുദ്ധിയുള്ള ഒരാളെ തിന്ത് ആലോചന ശക്തി ഒരാളെ തിന്ത് അത് കഴിക്ക് ചെറിയതിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താക്കി വിഗ്രഹത്തെ വിരോധിച്ചു ഇന്ന് ഒരിക്കലും വിഗ്രഹ പൂജ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആക്കിയിട്ടില്ല. അല്ലാഹു അല്ലാഹുവിനെ വിളിച്ചു ദുആർന്നിട്ടില്ല, അല്ലാഹു അല്ലാഹുവിനെ തേടിയിട്ടില്ല, അല്ലാഹു അല്ലാഹുവിനെ സഹായത്തോട് പോയിട്ടില്ല. അതേ ചരിത്രത്തില് ചൊല്ലുന്നതായ ഒരു കാര്യമുണ്ട്, ചൊല്ലുന്നതായിട്ട് മാത്ര കൃത്യമായിട്ടുള്ള സനദില്ല. ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് ഒന്നേറ്റിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ബ
വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബിയുടെ കയ്യിൽ കൊടുത്തു ചൊന്നു ഇത് പോയിട്ട് നീ വിത്തുബാ ചൊന്തു ഇബ്രാഹിം നബിയുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താക്കി ഇബ്രാഹിം നബി ഈ വിഗ്രഹത്തെ വിത്തുവയ്ക്കുമ്പോ ഇബ്രാഹിം നബി ചൊന്നു പൽക്കേന്ദ്ര ഒരു ഉപകാരത്തുമില്ലാത്ത ഒരു ഉപദ്രവമില്ലാത്ത ഈ വസ്ത്ര ആരെടുക്കുകൊള്ളാതെ ചൊന്തു ഇങ്ങനെ വിത്തോ പോയോണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബിയെ ആ ഒരു ചെറിയതില് നമുക്ക് കാണാൻ സാധ്യമാവും അല്ലെ. ചെറിയ ബാലക്കാരത്തൊന്നും എത്തിക്കില്ല. ചെറിയ ആ ഒരു വയസ്സിലെ ഇബ്രാഹിം നബി എങ്ങനെ വിത്തോയിന്ന് ഒരു ഉപകാരത്തുമില്ലാത്ത ഒരു ഉപദ്രവം ആക്കാത്ത ഈ വസ്ത്ര ആരെടുക്കാറ് ആർക്ക് വേണു ചൊന്തു ഇങ്ങനെ കേട്ടോയിട്ടിരിക്കുന്നത്. അങ്ങനെ ചെറിയതിലെ തൗഹീദിലെ ഉൾക്കൊണ്ടതായ തൗഹീദ് ഗട്ടിപ്പിടിച്ചതായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയ ഐതിഹ്യം നമ്മുടെ മനസ്സിലാക്കുകൊണ്ട് മാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഐതിഹ്യം എല്ലാ വിഭാഗ ആൾമാരും ഇബ്രാഹിം നബി നഗൽ നബി ചൊന്തു വാദിച്ച ഐതിഹ്യാണ് അല്ലെ. യഹൂദിമാർ സമയത്ത് ഇബ്രാഹിം നബി ചൊല്ലുന്നത് ഇബ്രാഹിം നബി നഗൽ നബിന്റെ ഐതിഹ്യം. ക്രിസ്ത്യാനിമാർ ചൊന്നാറ് ഇബ്രാഹിം നബി നഗൽ നബി ഐതിഹ്യം. മക്ക മുശ്രിക്കുമാർ ചൊന്നാറ് ഇബ്രാഹിം നബി നഗൽ നബി ഐതിഹ്യം. മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് أن تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى. നിങ്ങൾ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി യാക്കൂബ് നബി സന്താന പരമ്പരത്തിൽ വന്ന എല്ലാ നബിമാരും കാനു ഹൂദൻ ഔ നസാറ അങ്ങ് യഹൂദി നസറാക്കന്മാരുണ്ടാ നിങ്ങൾ ചൊല്ലേ ഖുൽ അഅൻതും അഅലമു അമില്ലാഹ് നിങ്ങൾക്ക് യാറ പിടി അതല്ല അല്ലാഹുവേ യാറ പിടി. അതേപോലെ ഖുർആനിൽ പിന്നോട്ടാക്കി അല്ലാഹു ചൊല്ല മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ വലകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദിയ നസറാനി ആയിട്ടില്ല, ക്രിസ്ത്യാനി ആയിട്ടില്ല. വലകിൻ കാന ഹനീഫൻ മുസ്ലിമൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫിയായ മുസ്ലിമായിട്ടുണ്ട്. വമാ കാന മിനൽ മുശ്രിക്കീൻ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ഇല്ല. അല്ലാഹു തആല വിളിച്ചു ദുആക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളെ നബി ചൊല്ലുന്നില്ലേ ഒരർഹത്തും ഇല്ല. അതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു ദുആക്ക് ക്രിസ്ത്യാനിമാർക്ക് ഇബ്രാഹിം നബി ഞങ്ങളെ നബി ചൊല്ലുക അർഹതേ ഇല്ല. ഉസൈർ നബി വിളിച്ചു ദുആക്ക് യഹൂദിമാർക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളെ നബി ചൊല്ലുക അർഹതേ ഇല്ല. ഏത് രൂപത്തിലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവട്ടെ അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു ദുആർന്നു ഇന്ന് മക്ക മുശ്രിക്കുമാർ ഇബ്രാഹിം നബി നഗൽ നബി ചൊന്നു ഇന്നാറ് ಅದಕ್ಕೆ അർഹപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നു. അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തെ മൊയ്തീൻ ശൈഖിനെ വിളിച്ചു ദുആർക്കറൻകും റിഫായത്തിനെ വിളിച്ചു ദുആർക്കറൻകും അംബിയാക്കന്മാരെ വിളിച്ചു ദുആർക്കറൻകും ഔലിയാക്കന്മാരെ വിളിച്ചു ദുആർക്കറൻകും അല്ലാഹു തആല വിളിച്ചു ദുആർക്കറൻകി ഇബ്രാഹിം നബി നഗൽ നബി ചൊല്ലുന്നു. ഒരർഹത്തുമില്ല ചൊല്ലുന്നത് ഗൗരവമായി മനസ്സിലാക്കാനായി കാര്യം എന്താ കാരണം അതേ ഇബ്രാഹിം നബിയുടെ ക്വാളിറ്റി മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു തആല വിളിച്ചു ദുആർന്നിട്ടില്ല, അല്ലാഹു തആലക്ക് നേർച്ച കൊടുത്തിട്ടില്ല, അല്ലാഹു തആല തവക്കൽ ആക്കിയിട്ടില്ല, അല്ലാഹു തആലക്ക് ബലി കൊടുത്തിട്ടില്ല, അല്ലാഹു തആലക്ക് വിളിച്ചു ദുആർന്നിട്ടില്ല. ഇതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്വാളിറ്റി ചൊല്ലു അല്ലാഹു ഖുർആനിൽ സ്പഷ്ടമാക്കി തരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകരക്ഷിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ വിളിച്ചു ദുആർന്നരെ. അത് മാത്രമല്ല ആ തൗഹീദ് ഗൈതിക്കർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആൾമാരെ ക്ഷണിച്ചരെ ആൾമാരെ ദഅവത്താക്കിരെ ചൊല്ലത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവും. അതേ ഒന്നാമത്തെ ഘട്ടം നമ്മൾ വിശദീകരിക്കുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് എന്ത്? ഇബ്രാഹിം നബി ആരുടെ മുത്തത്തിലേക്ക് ആൾമാരെ വിളിച്ചു ഔലിയാക്കന്മാരെ മുത്തത്തുക, അമ്പിയാക്കന്മാരെ മുത്തത്തുക, ഖബറിലുള്ളവർക്ക് വിളിച്ചു ദുആർക്കുക, മരിച്ചുപോയവർക്ക് വിളിച്ചു ദുആർക്കുക. അല്ലാഹ് ഇബ്രാഹിം നബി ദുആ വിളിച്ചേ ഇബ്രാഹിം നബിയുടെ ദഅവത്ത് നമുക്ക് ഖുർആനിൽ എവിടെ പരിശോധിച്ചു നോക്കിയപ്പോൾ കാണാൻ സാധ്യതേ അല്ലാഹുവിനെ മാത്രം വിളിച്ചു ദുആർക്കുക നബിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വഅൻദിർ അശീറതകൽ അഖറബീൻ നിങ്ങളെ
കുടുംബത്തിനുള്ളവരെ സ്വന്തം കുടുംബത്തങ്ങളുള്ളവരെ നിങ്ങൾ അള്ളാഹുവിന്റെ മുറ്റത്തിൽ വിളിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് ഇബ്രാഹിം നബി അതേ സ്വന്തം കുടുംബത്തങ്ങളെ സ്വന്തം അബ്ബരെ വിളിച്ചിട്ട് അത് അള്ളാഹുവിന്റെ മുറ്റത്തിൽ വിളിക്കരുത്. നമുക്ക് ഖുർആനിലെ സൂറത്ത് മറിയമിൽ കാണാൻ സാധ്യമാവും. സൂറത്ത് മറിയമിലെ 41-ാമത്തെ ആയത്തിൽ കുറിച്ചിട്ട് 48-ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം അബ്ബരെ ഏത് രൂപത്തിലെത്തിക്കരുത് അള്ളാഹു മുറ്റത്തിൽ വിളിച്ചു ചൊല്ലത് നമുക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ കാണാൻ സാധ്യമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. നിങ്ങൾ ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ ആലോചനാക്കി നോക്കൂ. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സിദ്ദീഖായി സത്യസന്ധമായ ഒരു നബിയെ തിക്കരുത്. അതിൽ അല്ലാഹു ചൊല്ലുന്നത് ഇദ് ഖാല ലി അബീഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ബറുടെ ചൊല്ല പൽക യാ അബതി നന്റെ പിർസത്തെ അബ്ബ നോക്കൂ വിളിക്കറ നോക്കൂ യാ അബതി നന്റെ പിർസത്തെ അബ്ബ സൗമ്യമായ ഹിക്മത്തോട് കൂടിയില്ലേ അതേപോലെ പിർസത്തെ ഒരു വിളിയെ തിക്കരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കരെ യാ അബതി നന്റെ പിർസത്തെ അബ്ബ ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു. കണ്ണ് കാണാത്തെ കാത് കേൾക്കാത്തെ വലാ യുഗ്നി അൻക ശൈഅ ഒരു ഉപകാരത്തുമില്ലാത്തെ ഈ വസ്ത്രി എന്തിന് നിങ്ങൾ വിളിച്ചു ദുആറക്കരെ യാ അബതി പിന്നും വിളിക്കരെ നന്റെ പിർസത്തെ അബ്ബ ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി നക്കി ഇൽമു കിട്ടിയത് അല്ലാഹുവിന്റെ മുറ്റത്തിൽ നിന്ന് നക്കി ഇൽമു കിട്ടിയത് മാലം യഅതിക നിനക്ക് കിട്ടാത്ത ഇൽമു കിട്ടിയത് അത് കഴിഞ്ഞ് ഫത്തബിഇനി നന്റെ നിങ്ങൾ ഫോളോ ആക്കൂ അഹ്ദിക സിറാത്തൻ സവിയ അങ്ങനെ നിങ്ങൾക്ക് സന്മാർഗ്ഗത്തിലാവാ നിങ്ങൾക്ക് നേർമാർഗ്ഗത്തിലാവാ. യാ അബതി പിന്നും അബ്ബർ വിളിക്കരെ യാ അബതി നന്റെ പിർസത്തെ അബ്ബ ലാ തഅബുദി ശൈത്താൻ നിങ്ങൾ ശൈത്താന്റെ ഇബാദത്താക്കണ്ട. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ. ശൈത്താൻ റഹ്മാനായ റബ്ബിനെ ധിക്കരിച്ചോണേ തിക്ര. അത് കഴിഞ്ഞ് നീ ബിംബത്തെ വിളിച്ച് ദുആക്കരുത് അത് ശൈത്താന്റെ ആരാധിച്ച പോലെ ചൊല്ലു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ബറുട്ടിಗೆ ചൊല്ലുറേ പിന്നും ചൊല്ലുറേ യാ അബതി നന്റെ പിർസത്തെ അബ്ബ ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ. ഇന്നി അഖാഫു നാ പേടിക്കര അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ നിങ്ങൾക്ക് ശിക്ഷ വന്നെത്ര ചൊല്ലുന്നത് നാ പേടിക്കുക. സുബ്ഹാനല്ലാഹ് നല്ലൊരു പ്രയോഗത്തിക്കര് ഇബ്രാഹിം നബിയെ ആ ഒരു പൽക്ക് ഭയങ്കര വലിയ പൽക്കൈത്തിക്കര് റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ അള്ളാഹു ശിക്ഷിക്കണമെന്ന് മാത്രമല്ല അള്ളാഹു റഹ്മാനായി ഉണയിത്തിക്കറ അള്ളാഹു പിർസകാട്ടം ഉണയിത്തിക്കറ. ഇത് രണ്ടും മനസ്സിലാക്കി തന്റെ ഒരു പൽക്കൈത്തിക്കര് ഇബ്രാഹിം നബി ആ പൽക്കത്തിൽ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. എന്തിന് ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ അല്ലെ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷരെ നാ പേടിക്കര നിങ്ങൾക്ക് വന്നെത്ര ചൊല്ലി നാ പേടിക്കര ഫതഖൂന ലിശൈത്വാനി വലിയ. നിങ്ങൾ അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നാറുണ്ടായെങ്കിൽ ശൈത്താന്റെ കൂട്ടുകാരായിട്ട് നിങ്ങൾ തീർറാറ് ജാഗ്രത റബ്ബ. ഇത് സമർപ്പിച്ചു പിർസത്തിലും സൗമ്യത്തിലും നല്ല നിലക്കും എല്ലാ രീതിയിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അബ്ബരെ വിളിച്ചിട്ട് ചൊന്നപ്പ ആ അബ്ബരെ റിപ്ലൈ എങ്ങനെ ആ അബ്ബ ഇബ്രാഹിം നബിയെ ചൊന്ന പൽക്കെന്തരെ ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി നന്റെ ഇലാഹുമാരെ വിട്ടു നിൽക്കുന്നു നീ നന്നൊട്ടിಗೆ ചൊല്ലറമാ യാ ഇബ്രാഹിം ഇബ്രാഹിമേ നോക്കൂ കർക്കശമായ ഒരു പൽക്കൈത്തിട്ട് അബ്ബരെ പൽക്ക. ഇബ്രാഹിം നബി എത്ര പിർസത്തിൽ എത്ര സൗമ്യത്തിൽ എത്ര നല്ല രീതിയിലേക്ക് ഇബ്രാഹിം നബി അബ്ബറെ വിളിച്ച് യാ അബതി നന്റെ പിർസത്തെ അബ്ബാന്റെ തിക്കറി വിളിച്ച് മാത്രം അബ്ബ റിട്ടേൺ വിളിക്കുന്നത് യാ ഇബ്രാഹിം യാ ബുനിയന്തല്ല നന്റെ പിർസത്തെ മോനുണ്ടല്ല യാ ഇബ്രാഹിം ഏ ഇബ്രാഹിമേ ನನ್ನ ಇಲಾಹರ ಬಿಟ್ಟು ನಿಕ್ಕೋಗು ನನ್ನ ಇಲಾಹನಿಂದ ನೀ ದೂರಾക്കുക ಬಂದರೆ ಲಇಲ್ಲಂ ತಂತಹಿ ಈ ದಾವತ್ ಮಿತಿ ನೀ ನಿಪಾಟಿಲ್ಲ ಅಂತ ಆಯೆಂಗೆ ಲಅರ್ಜುಮನ್ನ ನಿಂದೆ ಕಲ್ಲರ್ದು ನಾ ಆಟಿ ಓಡುಮಾಟುವೆ ವಹಜುಮನಿಯ ಈ ರಾಯ ಬಿಟ್ಟು ಈ ಅವ ಬಿಟ್ಟು ನೀ ಊಡ್ರ ನಂಡ ಮುಟ್ಟತ್ತು ನಿಂತು ನೀ ಪೋಡು നീ ദൂരെ പോകണ്ടേക്കര്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടിಗೆ കർക്കശമായ സ്വഭാവത്തില് അബ്ബ റിട്ടേൺ ആൻസർ കൊടുക്കേ. ഇതേ തിക്കര് തൗഹീദ് ചൊല്ലുള്ള അനുഭവം ഇതേ തിക്കര് ആ തൗഹീദ് ചൊല്ലുറാറാ ആ അല്ലാഹുവിന്റെ മുറ്റത്തിൽ ആൾമാരെ വിളിക്കാറാ അങ്ങ് എത്ര പിർസത്തിൽ വിളിച്ചെങ്കും അങ്ങ് എത്ര സൗമ്യത്തിൽ വിളിച്ചെങ്കും ಅದಕ್ಕೆ ರಿಟರ್ನ್ ಆನ್ಸರ್ ಬಂಡೆ ಕರ್ಕಶമായ ಸ್ವಭಾವ ಇತ್ತಿಕ್ಕರು. ಅದೇ ചിലപ്പോ അസവർവാർ ചിലപ്പോ കുത്തുവാക്ക് ചുറ്റുവാർ ആ സന്ദർഭത്തിലെല്ലാം സമാധാനത്തിലും നെമ്മതിലും ശാന്തിയിലും നിലനിൽക്കണം സ്വഫറെടുത്ത് നിൽക്കണം. അതേ തിക്കറ് നെക്സ്റ്റ് പൽക്ക ഇബ്രാഹിം നബിയുടെ പൽക്കത്തിൽ നമുക്ക് കാണേ അബ്ബ അത്ര കർക്കശമായ സ്വഭാവം കാട്ടിട്ടും ഇബ്രാഹിം നബി റിട്ടേൺ ചൊല്ലുന്നേ ഖാല സലാമുൻ അലൈകി അബ്ബ നിങ്ങൾക്ക് സമാധാനം സലാം നിങ്ങൾക്ക് സമാധാനിക്ക
നിങ്ങളുടെ മേൽ ശാന്തിക്കട്ടെ. നോക്കൂ അല്ലേ, ഇതിൽ വിനോദ വിഷയം നമുക്ക് മനസ്സിലാക്കുന്നില്ല. ജാഹിലിമാരുടെ ബൽക്കരത്ത് ചമ്മ എന്താ തീര അവിടെ തർക്കാക്കിട്ട് തർക്ക വിതർക്കാക്കിട്ട് അവർ നിൽക്കൂ തീര പൽക്ക ചൊല്ലത് ചൊല്ലും പിന്നെ വേറെ ആർഗ്യുമെന്റ് ആക്കിയിട്ട് അവന് സമാവില്ലാണ്ട് കണ്ടെങ്കിൽ പിന്നെ സലാം അല്ലെ അസ്സലാമു അലൈക്കും അത്തരമേ അതിനാಗಿ അപ്പുറത്തെ എനിക്ക് ചൊല്ലുകില്ല. അതേ രീതിയിൽ ഇബാദുർ റഹ്മാനായ അടിമമാരുടെ സ്വഭാവം ചൊല്ലുകൾ അല്ലാഹു പറഞ്ഞു വഇബാദുർ റഹ്മാനുൽ ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ വഇദാ ഖാതബഹുൽ ജാഹിലൂൻ ജാഹിലുമാരുടെ എന്നെ പൽക്കവരുണ്ടായി ഖാലൂ സലാമാ അങ്ങ് സലാം ഒന്ന് മുട്ടുകൊണ്ടാണ്. അപ്പൊ അത് കഴിഞ്ഞ് ജാഹിലുമാരുടെ തർക്ക വിതർക്കാക്കിട്ട് നിന്നിട്ട് കാര്യമില്ല. അതേ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖാല സലാമു അലൈകി അബ്ബാ നിങ്ങൾക്ക് സമാധാനം സഅസ്തഗ്ഫിറു ലക റബ്ബി ആയക്കും ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക. ഇതൊക്കെ ഇബ്രാഹിം നബി ആയക്കും ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക ചൊന്തൈക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വിട്ടുപോണ്ടേ. ഇവിടെ മനസ്സിലാക്കുന്ന ഒരു വിഷയം ചിലപ്പോ ക്വസ്റ്റ്യൻ മണ്ടലേ കാഫിറുമാർ ഇസ്തിഗ്ഫാർ ആക്കുക തീർവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തുകൈക്ക് അബ്ബಗೆ ഇസ്തിഗ്ഫാർ ആക്കര ചൊന്തി കാഫിറുമാർക്ക് മുശ്രിക്കുമാർക്ക് ഇസ്തിഗ്ഫാർ ആക്കുക തീരല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഉലമാക്കന്മാർ ചൊല്ലേ ഇബ്രാഹിം നബി ഒരു വാഗ്ദാനം തിന്തത് ഇബ്രാഹിം നബി ഒരു പ്രോമിസ് തിന്തത് സഅസ്തഗ്ഫിറു ലക റബ്ബി നന്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക. അങ്ങനെ ഇസ്തിഗ്ഫാർ തേടിയതും നമുക്ക് ഖുർആനിൽ പിന്നൊരു ജാഗയിൽ പഠിപ്പാട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ കാണി വഗ്ഫിർ ലി അബി നന്റെ അബ്ബക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ നീ മാഫാക്കി കൊടുക്കണം. ഇന്നഹു കാന മിനൽ ളാലിൻ അയാൾ ദലാലത്തിലായി പോയി. അങ്ങനെ അല്ലാഹുവേ നന്റെ അബ്ബക്ക് നീ മാഫാക്കി കൊടുത്തു ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ നടന്നത്. അപ്പൊ എന്തിനു കൂടി വിഷയം കാഫിർമാർക്ക് മുശ്രിക്കുമാർക്ക് ഇസ്തിഗ്ഫാർ തേടുക ആരും ഇബ്രാഹിം നബി ഇസ്തിഗ്ഫാർ തേടി ಅದಕ್ಕೆ ഉള്ള കാരണം മൂന്ന് കാരണം ഉലമാക്കന്മാർ ചൊല്ലും. ഒന്നാമത്തേത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പ ഇബ്രാഹിം നബിക്ക് അബ്ബ അല്ലാഹുവിന്റെ ശത്രുവിട്ട് പിടിയിട്ട അതിൽ പിന്നെ ദുആ നടത്തില്ല. അബ്ബ നല്ലാവർക്ക് ചൊല്ല ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ബക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയിരുന്നു. എപ്പ അബ്ബ അല്ലാഹുവിന്റെ ശത്രുവെ ഇനി ഒരിക്കലും സമാവില്ല ചൊല്ലി ആ ഒരു വ്യക്തമായിട്ട് ക്ലിയർ ആയി പിന്നെ ഇബ്രാഹിം നബി പിന്നെന്താക്കിട്ടില്ല ദുആ നടത്തില്ല. അതേ രീതിയിൽ സൂറത്തുൽ തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലി അബീഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം അബ്ബക്ക് ഇസ്തിഗ്ഫാർ തേടിയത് എന്തിനു തേടിയത് ഇല്ല അമ്മ ഉഇദത്തിൻ വഅദഹാ ഇയാ അബ്ബക്ക് കൊടുത്ത ഒരു വാഗ്ദാനത്തിൻ ഇസ്തിഗ്ഫാർ തേടിയത് മാത്രമല്ല ഫലമ്മ തബയ്യന ലഹു അബ്ബ അന്നഹു അദുവ്വു ലില്ലാഹ് അല്ലാഹുവിന്റെ ശത്രുവായിട്ട് ഇബ്രാഹിം നബി അബ്ബ ചൊന്ന ഇബ്രാഹിം നബിക്ക് പിടിയായിരിക്കുന്ന തബറഅ മിൻ ആ ഇസ്തിഗ്ഫാർ നിപ്പാട്ടിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നു. രണ്ടാമത്തെ കാരണം ഉലമാക്കന്മാർ ചൊല്ലാണ് അപ്പത്തെ കാലത്ത് ഇബ്രാഹിം നബിയുടെ കാലത്തിൽ മുശ്രിക്കുമാർക്ക് ഇസ്തിഗ്ഫാർ തീരാ ചൊല്ലുന്ന ഒരു നിയമം ഇല്ല. അങ്ങനത്തെ ഒരു നിയമം ഇല്ല. അതിലെ അബൂ ത്വാലിബ് മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഞാൻ എന്റെ മൂത്താപ്പക്ക് വേണ്ടി ദുആർക്കര ഞാൻ ഇസ്തിഗ്ഫാർ ആക്കറണ്ടേ കുറിച്ച് അപ്പൊ ഇതിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമം ഇറക്കി എന്തിനെ വമാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീൻ നബിഗാവട്ടു ആ സത്യവിശ്വാസമാർഗാവട്ടു അതേ മുശ്രിക്കീങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ആക്കുക തീരാ അത് പാടില്ലാത്തതേ അങ്ങനെ എത്ര മുട്ടത്തെ കുടുംബത്തങ്ങായ സമയത്ത് അപ്പൈക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കരേ നിയമം ഇറക്കരേ. അതേപോലെ മൂന്നാമത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിങ്ങൾ റോൾ മോഡലായിട്ട് സ്വീകരിക്കുന്നു ചൊല്ലുമ്പോൾ അല്ലാഹുവോട് പറഞ്ഞിട്ടുണ്ട് എന്തേ ഇബ്രാഹിം നബി അബ്ബക്ക് ഇസ്തിഗ്ഫാർ ആക്കിയതിന് മുമ്പ് അത് നിങ്ങൾ റോൾ മോഡലായിട്ട് സ്വീകരിക്കണ്ട ചൊല്ലിത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്ന കാര്യം അല്ലേ. നോക്കൂ അല്ലാഹു ചൊല്ലുന്നു ലഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം ഇബ്രാഹിം നബി നിങ്ങൾക്ക് നല്ല ഉത്തമമായ മാതൃകയുണ്ട്, ഉത്തമമായ റോൾ മോഡൽ ഉണ്ട്. വല്ലദീന മഅഹു ഇബ്രാഹിം നബിയുടെ ആൾമാരിൽ നിങ്ങൾക്ക് റോൾ മോഡൽ ഉണ്ട്. ഇദ് ഖാലു ലിഖൗമിഹി ഇന്നാ ബറഅഉ മിൻകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ചൊല്ലുറേ ഇല്ലാ ഖൗല ഇബ്രാഹിം ലി അബീഹി ലഅസ്തഗ്ഫിറന്ന ലക ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ബർത്തിയ
ನಾನು ನಿಂಗೆ ಇಸ್ತಿಗ್ಫಾರ್ ಆಕ್ರೆ ಚೊನ್ನದೆ ಬಿಟ್ಟು ಅದರ ನೀವು ರೋಲ್ ಮಾಡೆಲ್ ಆಗಿ ಸ್ವೀಕರಿಸುತ್ತೀರಾ ಚೊಂತು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತആല ಕಿರ ಸ್ಪಷ್ಟ ಆಗಿ ತಂದದು ನಮ್ಮ ಕುರಾನ್ ಕಾಣೋ ಸಾಧ್ಯ. അപ്പൊ ഏതായിരുന്നു ചൊന്നപറ്റ വിഷയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ബകാക്കിയ ദാവത്ത് അത് എത്ര വലിയ മഹത്വമുള്ളതും അതേപോലെ എത്ര പിർസത്തുപയോഗിക്കര് ഇബ്രാഹിം നബി അബ്ബറൊട്ടിയ ദാവത്താക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ബറൊട്ടിയ ഈ ബിംബത്തെ ഈ വിഗ്രഹത്തെ നിങ്ങൾ ഇലാഹായിട്ട് സ്വീകരിക്കണമാ. ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. കൃത്യമായിട്ട് നിങ്ങളെ കൗമനാണ് ളലാലിൻ മുബീൻ സ്പഷ്ടമായ തെറുതപ്പിപ്പോയായിട്ട് നാക്കാണ്ട് അല്ലേ. അവിടെ നോക്കൂ, ക്ലിയർ ആയിട്ട് ഇബ്രാഹിം നബി എന്താക്കര് നിങ്ങൾ തെറുതപ്പിപ്പോയായിട്ട് ഇക്രാറ് അല്ലാഹുവിനെ മാത്രം വിളിച്ച് ദുആർക്കുമ്പോൾ ഇക്രാറ് ഹിദായത്ത് കിട്ടറായിട്ട് ചൊല്ലുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ബറൊട്ടിയ ദാവത്താക്കുന്നത് നമുക്ക് കാണാം. ഇനി അബ്ബറൊട്ടിയ ദാവത്താക്കി പിന്നെ ഔത്ത പറഞ്ഞിട്ട് അവിടെ നിപ്പാട്ടിയ ദാവത്തുണ്ട്. ആ സമൂഹത്തൊട്ടിಗೆ, ആ റായത്തുകളൊട്ടിಗೆ, അയാളുടെ കൗറകളൊട്ടിಗೆ പോയിട്ട് ദാവത്താക്കിയിട്ട് ആൾമാരൊട്ടിಗೆ കേട്ടിട്ട് സൂറത്തു ശുഅറാ 700 വിളിച്ചിട്ട് 85 ആയത്ത് തോലുള്ളേ ആയത്ത് ഓതി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധ്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖാല ലി അബീഹി വ ഖൗമിഹി അബ്ബറൊട്ടിಗೆ ഇബ്രാഹിം നബിയുടെ കൗറൊട്ടിಗೆ ഇബ്രാഹിം നബി കേക്കരെ മാ തഅബുദൂന നീ എന്തിർത്തെ വിളിച്ചു ദുആർന്നോല്ലേ. അപ്പൊ ആ കൗമു ചൊല്റേ നഅബുദു അസ്നാമൻ ഫനദല്ലു ലഹാ ആകിഫീൻ. ഞങ്ങ വിഗ്രഹത്തെ വിളിച്ച് ദുആർന്നോല്ലേ, ഞങ്ങ അതിൽ ഇഅ്തികാഫ് തെച്ചുള്ളവരെ. ഖാല അപ്പൊ ഇബ്രാഹിം നബി കേക്കരെ ഹൽ യസ്മഉനക ബിത്തദഊൻ. നിങ്ങൾ അതിലേക്ക് ദുആർക്കുമ്പോൾ അത് കേൾക്കറാ ഔ യൻഫൗനകും ഔ യദുറൂൻ. അത് നിങ്ങൾക്ക് ഒരു ഉപകാരതാണ്ട് എന്നെ ഒരു ഉപദ്രാക്കറ. അപ്പൊ ಅದಕ್ಕೆ ಆನ್ಸರ್ ಇಲ್ಲ ಅಂತ ಅದು ಚೊನ್ನಪ್ಪ ಅಣ್ಣ ಆನ್ಸರ್ ಹಾಕಿದ್ರೆ ಬಲ್ ವಜದನಾಬಾನ ಕದಾಲಿಕ ಯಫಾಲುನ್. ಅದು ಉಪಕಾರ ಉಂಟಾ ಉಪಕಾರ ಇಲ್ಲೇ ಅದಂತೂ ಚೋಲಿಲ್ಲ ಬಿಡ നമ്മളെ അപ്പപ്പമാരങ്ങനെ ആക്കിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആക്കി അല്ലേ. അപ്പൊ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കേൾക്കുക അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ. നിങ്ങൾ എന്തിട്ട് വിളിച്ചു ദ്വാരനവുമില്ലത് നിങ്ങൾ നോക്കൂ. അൻതും വആദാഉകും ലഖദും. നിങ്ങൾ നിങ്ങളുടെ അപ്പമാരും നിങ്ങൾ മുന്നോൽ കൽവി പോയ ആൾമാർ അങ്ങ് എന്തിട്ട് വിളിച്ചു ദ്വാരനവുമില്ല നോക്കൂ. ഫഇന്നഹും അദുഉൻ ലില്ലാ റബ്ബൽ ആലമീൻ. അങ്ങ് എല്ലാവരും തന്റെ ശത്രുമാരായിട്ടിരിക്കുകയാണ്. ആ നിങ്ങൾ വിളിച്ചു ദ്വാരക്കുന്ന ബിംബത്തെ ആ ആരാധിക്കപ്പെട്ട നന്റെ ശത്രുമാരായിട്ടിരിക്കുകയാണ്. നന്റെ ശത്രുമാർ മാത്രമല്ല, അതെ നന്റെ ശത്രുമാരായിട്ടിരിക്കുക ആരും വിട്ടിട്ടു ഇല്ല റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹു വിട്ടിട്ടു ഔട്ടേക്കുന്ന ഇബാദത്താക്കരുത്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. ആ റബ്ബാണ് നന്റെ ഉണ്ടാക്കിയവനെ തിക്ര നക്ക് ഹിദായത്ത് തന്നവനെ തിക്ര. വല്ലദീ യുത്ഇമുനി വയസ്കീൻ. നക്ക് ഫുഡ് തന്നവനും നക്ക് കുളിപ്പാട്ടവനുമേ തിക്ര. വല്ലദീ മരിതു ഫഹുവ യശ്ഫീൻ. നാ രോഗിയായി നക്ക് ശിഫ തന്നവനെ തിക്ര അല്ലാഹു. വല്ലദീ യുമീതുനി തുമ്മ യുഹ്യീൻ. ഞാൻ മരണപ്പെട്ടിട്ടും നന്റെ മരിപ്പാട്ടവനും നന്റെ ജീവാക്രവനും ആ അല്ലാഹു തിക്ര. അവിടെ മാത്രമേ തിക്ര നാ വെച്ച് ദുആർക്കരെ ചൊന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൗമറൊട്ടിയെ സ്പഷ്ടാക്കി കൊടുക്കുന്നു കാണാൻ സാധ്യവും അല്ലെ. നാം ആലോചനയാക്കി നോക്കുമ്പോൾ ഒറ്റനെ പോയിട്ട് തിക്ര ദാവത്താക്കരുത്. ഒരു സംഘടനയില്ല, ഒരു ടീം വർക്ക് ഇല്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടുക്ക് ഒരാളുമില്ല. ഒറ്റനെ ഒരേ ഒരാൾ പാലക്കാരായിട്ടില്ലേ ചരിത്രകാരന്മാർ ചൊല്ലാറ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഗപ്പ പൂനെയിൽ വയസ്സ് ബാലക്ക ഇണ്ടത്തെ സെക്കൻഡ് PUC പഠിക്കേ. അത്ര ചെറിയ ആള്, അത്ര ചെറിയ ഒരു ബാലക്കാരായിട്ട് നാലിട്ടിക്ക് വർത്തനെ നിന്നിട്ടേക്ക് അള്ളാഹുടെ മാർഗത്തില് ഈ കഷ്ടപ്പെട്ടേ ജാവും പോലും കഷ്ടപ്പെട്ട് അള്ളാഹുലേക്ക് വിളിക്കരേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ നമുക്ക് കാണാൻ സാധ്യത. ഇതിലെ ഹിക്മത്തോട് കൂടിയിട്ടും അങ്ങനത്തെ ദാവത്താക്കി നല്ല ഹിക്മത്ത് യൂസ് ആക്കി അല്ലേ. ആൾമാരുടെ നടുവ് വീട്ടിൽ തെച്ചിട്ട് അങ്ങനെ അവിടെ നക്ഷത്രത്തെ വിളിച്ച് ദ്വാരം നിന്നാണ്, ചന്ദ്രനെ വിളിച്ച് ദ്വാരം നിന്നാണ്, അതേപോലെ സൂര്യനെ വിളിച്ച് ദ്വാരം ഇന്നാണ്. അങ്ങനെ കുട്ടികളെ പോയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ കൂട്ടത്തിൽ തെച്ചിട്ട് അങ്ങനെ തെച്ചിട്ടാകുമ്പോ ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബ. ജാവായപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് നക്ഷത്രത്തെ നോക്കി അങ്ങനെ നോക്കിയിട്ടാകുമ്പോ ഇബ്രാഹിം ഖാല ഹാദാ റബ്ബി. ഇത് നന്റെ റബ്ബിക്ക്. അങ്ങനെ ഫലമ്മ ഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലിൻ. ആ നക്ഷത്രം മാനി മറിഞ്ഞു പോയപ്പോ മാനി മറിഞ്ഞു പോണ്ടിരുന്ന അവർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഫലമ്മ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി.
തെല്ലാറും വിട്ടിട്ടു ചന്ദ്ര കണ്ടപ്പോ ചന്ദ്രത്തെ നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലു ഹാദാ റബ്ബി, ഇത് എന്റെ റബ്ബേ തിക്കറ്. ഫലമ്മാ അഫല ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമി ദ്ദാലിമീൻ. അതെ, ആ ചന്ദ്ര മറിഞ്ഞു പോയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മറിഞ്ഞു പോയതിനെ നാ പിടിച്ചിട്ട് നാ വലാലത്തിലാവൂല, നാ ഒന്നും ഹിദായത്തിലാവാല. പിന്നെ പിറ്റേന്ന് സുബഹി ഫലമ്മാ അശ്ശംസ ബാസിഗതൻ, അങ്ങനെ സൂര്യൻ ഉദിക്കുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാദാ റബ്ബി, ഇത് എന്റെ റബ്ബേ തിക്കറ്, ഹാദാ അക്ബർ, ഇത് എല്ലാത്തിന്റെ വലിയ റബ്ബേ തിക്കറ് നല്ലത്. അങ്ങനെ ഫലമ്മാ അഫലത്, ആ സൂര്യ അസ്തമിച്ചപ്പോ ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ഇതെല്ലാം അസ്തമിക്കരുതേ തിക്കറ്, ഈ അസ്തമിക്കരുതും ഈ മറഞ്ഞുകൊണ്ടിരുന്ന നാ വിളിച്ചു ദുആർക്കില്ല. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ശിർക്കിൽ നിന്ന് നാ വിട്ടു നിൽക്കറ. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ, നന്റെ മുഖത്ത് നാ തിരിച്ചു വെക്കറേ, ഈ ആകാശം ഭൂമി ഉണ്ടാക്കിയവനായ റബ്ബിനെ തിക്കറ്, നാ ഓർക്കും മുശ്രികീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവൻ അല്ലാഹ് ചന്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തൊട്ടിಗೆ എഞ്ചി നിന്ന് ചൊന്നത് ഹിക്മത്തോടുകൂടി ദാവത്താക്കിയത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആമിൽ പഠിപ്പാടി കണ്ടത് കാണാൻ സാധ്യത. ഇങ്ങനെ ഹിക്മത്തിലും അതേപോലെ നല്ല രീതിയിലും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തൊട്ടിಗೆ ചൊന്തു. ആയക ആ സമൂഹം ചേഞ്ച് ആയില്ല. പിന്നൊരു ഹിക്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ നമുക്ക് പഠിപ്പാടി കണ്ടത് കാണാം. 58ാമത്തെ ആയത്തിൽ കുറിച്ചിട്ട് 7ാമത്തെ ആയത്തോടുള്ള വിശദീകരണത്തിൽ നമുക്ക് കാണാം. അല്ലെ, ആ ആയത്തിന് ഒരു ഫെസ്റ്റിവലിന് പോയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയിട്ട് ഫജഅലഹു ജുദാനൻ ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും യർജിഊൻ. ആ അങ്ങനെ ടെമ്പിളിൽ പോയിട്ട് അങ്ങനെ എല്ലാ വിഗ്രഹത്തെ ഓടിച്ചിട്ട് ലാസ്റ്റ് ഒരു വിഗ്രഹത്തെ അതിന് മാത്രം തൊട്ടിട്ടു, അതിന് ഷോൾഡറിൽ ഒരു മലുവിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയിട്ട് പോയി. അങ്ങനെ എല്ലാവരും വിട്ട് വന്ന് നോക്കുമ്പോ എല്ലാം വളഞ്ഞിട്ടുണ്ട്, എല്ലാം വളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാറ് ഞങ്ങളുടെ ഇങ്ങനെ ആക്കിയത്, ഇതാറിങ്ങനെ പഠിച്ചു വെച്ചത് അവൻ വാലിമല്ലാട്ട് വേറാകും എത്തിക്കാറ്. അപ്പൊ എത്തിക്കറ് കുറെ ആൾമാർ ചൊല്ലേ അതെ, ഒരു ബാലക്കാരുടെ വിഷയത്തിൽ നാം കേട്ടാ നോക്കൂ. ഒരു ബാലക്കാര വയസ്സായ ഒരാളല്ല, ബാലക്കാരത്തെ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി ഇതെല്ലാം കാട്ടരുത്. അപ്പൊ അങ്ങനെ ഒരു ബാലക്കാരുടെ വിഷയത്തിൽ നാം കേട്ടാ ഇബ്രാഹിം, അവന്റെ പേര് ഇബ്രാഹിം എത്തിക്കറ, അവനെ എത്തിക്കും ഇതാക്കിയത്. അപ്പൊ രാജാവ് ചൊല്ലേ അവിടെ വിളിച്ചവർ എല്ലാവരും പബ്ലിക്കിലുണ്ട് നിപ്പാട്ടുണ്ട്, എല്ലാവരും എതിർത്ത് ശിക്ഷ കൊടുക്കുക. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു വന്നപ്പോ ഇബ്രാഹിം നീനാ ഇതാക്കി, ഇതൊക്കെ വടിച്ചിരിച്ചിരെ നീനാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹിക്മത്ത് നിങ്ങൾ അത് പൽക്കവരണം കാണ്ടായി അതോട്ട് കേട്ട് നോക്കൂ, അത് പൽക്കവരണത്തായി അതോട്ട് കേട്ട് നോക്കൂ. അപ്പൊ അങ്ങനെ സ്വന്തത്തിക്ക് മടങ്ങി തെച്ചാർ, അതായത് തലകീഴിട്ട് പോയാൽ അതൊന്നും പൽക്കവേകായില്ല. അങ്ങനെ അങ്ങനെയൊട്ടിಗೆ ചൊന്നാർ നങ്ങമേ വാലിമീങ്ങായി പോയാറല്ലേ, നിങ്ങമേ നിങ്ങളെ വാലിമീങ്ങ അക്രമിയായി പോയാറ്. പിന്നെ അങ്ങനെ ഇബ്രാഹിം നബി ചൊന്നാറ് തലകീഴിട്ട് ചൊന്നാർ. അല്ലാഹു ചൊല്ലിട്ട് തലകീഴിട്ടിട്ട് ഇബ്രാഹിം നബി ചൊന്നാറ് ലഖദ് അലിംത, നിക്ക് പിടില്ലേ മാ ഹൗല യൻതിഖൂൻ, അത് മൽക്കവരില്ല. അപ്പൊ ഇബ്രാഹിം അഫതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുകും, ഒരു ഉപകാരമില്ലാത്ത ഒരു ഉപദ്രവമില്ലാത്ത ഇതേ നിങ്ങൾ വിളിച്ചു ഉഫില്ലൊക്കെ നിങ്ങൾക്ക് നാശം. വൈമാ തഅബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ വിട്ടിട്ട് എന്ത് കേട്ട് വേറെ വിളിച്ചു ദുആർക്കരെ, എന്ത് കേട്ട് നിങ്ങൾ ഇബാദത്താക്കരെ. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ല, അഖലില്ലേ? ആൻസർ ഇല്ല. അപ്പൊ ഇതിക്കരെ ചൊല്ലറേ ഖാലു ഹർരിഖൂ, അവനെ വിളിച്ച് കത്തുവാട്ടു. വൻസുറു ആലിഹത്തക്കും, നിങ്ങൾ ഇലാഹെ നിങ്ങൾ വച്ചവാക്കും. ഇലാഹെ ഇലാഹ് അങ്ങനെ വച്ചവാക്കല്ല, അങ്ങനെ ചൊല്ലറേ ഇലാഹെ നിങ്ങൾ വച്ചവാക്കും. ഇൻ കുൻതും ഫായിലിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ആക്കുകയുണ്ടായെങ്കിൽ നിങ്ങൾ ഇലാഹെ നിങ്ങൾ വച്ചവാക്കൂ, അവനെ വിളിച്ച് കത്തുവാട്ടു. അങ്ങനെ ഇതിക്കരെ വലിയ ഒരു തീരെ ഗുണ്ടാറ, വലിയ ഒരു തീരെ ഗുണ്ടിയാക്കിട്ട് ആ തീരെ ഗുണ്ടി എത്രത്തോളം ചൊന്നെങ്കിൽ ഉലമാക്കന്മാർ ചരിത്രകാരന്മാർ വിശദീകരിക്കാർ. ആകാശത്തിൽ കൊണ്ട് പക്ഷി സമയത്ത് അപ്പുറത്ത് പാറുക എന്നുള്ള
അത്ര വലിയ തീയറ്റിക്ക് അവൻ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ ആ തീരെ കൊണ്ടിക്ക് വലിച്ചെറിഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പേടിയില്ലാണ്ട് ആ തീരെ ഉണ്ടാകത്ത് ഗൂളും റെഡിയായി. അങ്ങനെ തീരെ ആ ഗുളിക മൂന്നപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരൊട്ടിക്ക് ചൊല്ലുന്നു, ഖുൽനാ യാ നാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശാന്തിയും സമാധാനം അതേപോലെ നെമ്മതിയുള്ളതാവും ആയി തീരെ സ്വഭാവ കത്തുപാട്ടുണ്ടെത്തിക്കുക. മാത്രം അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കത്തുപാട്ടില്ല ചൊല്ലതെത്തിക്കുക നാം മനസ്സിലാക്കാൻ സാധ്യമാണ്. അപ്പൊ ഏതും അല്ലാഹുവിന്റെ മാർഗത്തില് പടിയെടുക്കുക തന്റെ ബാലക്കാലത്ത് യൂസ് ആക്കിയതായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര ഞങ്ങ പഠിക്കണായതും അതിലെ പാട്ട് ഉൾക്കൊള്ളണായതും ഏറ്റിക്കരുത്. നമുക്കില്ലെങ്കില് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാവത്താക്കുക നമുക്ക് ബച്ചൽ ഞങ്ങൾ ദുനിയാവിലെ എല്ലാ കാര്യത്തിനും പിന്നെ പുരുഷത്തിന് ആവണ്ടേ അല്ലെ? അങ്ങനല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാവത്താക്കരുത്, അതൊരു തൗഫീഖായിട്ടിക്കരുത്. മാത്രല്ല വലിയ പുണ്യ കിട്ടുന്നതും ഞങ്ങളെ മുന്നോട്ട് പോയ നബിമാറും അമ്പിയാക്കന്മാരും അതേപോലെ സലഫു സ്വാലിഹീങ്ങൾ നിർവഹിച്ചതായ കാര്യത്തേക്ക് ചൊല്ലത് നാം മനസ്സിലാക്കുന്നതായ ഒരു കാര്യത്തേക്ക് തീർത്തില്ല. ആ റായത്തെ രാജാവിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാവത്താക്കി അല്ലെ? സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുക. ഇതൊന്ന് ചൊല്ലുന്ന ടൈം യാറേ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രാജാവിനെ ചൊല്ലുന്ന ബൽക്കൻ അൻതറ ഇലല്ലദി ഹാജ്ജ ഇബ്രാഹിം ഫി റബ്ബിഹി അൻ ആതാഹു അല്ലാഹു മുൽക്ക് കിട്ടിയതായ ആ ആള് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാധിപത്യം കൊടുത്ത ആള്, അതായത് നമ്രൂദ്. ആ നമ്രൂദ് ഒട്ടിയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൽക്ക പറഞ്ഞു. ഇദ് ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലുന്നു, എതിരെ നന്റെ റബ്ബൈത്തിക്കര് അല്ലാഹു ഇത്തിക്കര് എല്ലാ ജീമാക്രവനും എല്ലാത്ത പരിപാട്ടവനും ഇത്തിക്കറവനും. അപ്പൊ നമ്രൂദ് എന്ത് ചൊന്ന? ഖാല നഹു യൗമി, നാനും ആൾമാരെ ജീമാക്രൻ നാനും പരിപാട്ട ജണ്ടാല വിളിച്ച ഒരുത്തരെ കൊന്ന പിന്നൊരുത്തരെ വിട്ടതാ, ഒരുത്തരെ കൊന്ന അവന്റെ പരിപാട്ടിയെ പിന്നൊരുത്തരെ ജീവാക്കിയ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓ അങ്ങനെ അങ്ങനെ يأتي بالشمس من المغرب فأتي بها يأتي بالشمس من المشرق فأتي بها من المغرب. الله سبحانه وتعالى സൂര്യനെ മശ്രിഖിന്റെ ഭാഗത്തേക്ക് ഉദിക്കരി, നീ അത് മഗ്രിബിന്റെ ഭാഗത്ത് ഉദിപ്പാട്ട്. അതിലെ മഗ്രിബിന്റെ ഭാഗത്ത് നീ കൊമ്പ ചൊന്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചാലഞ്ച് ആക്കിയപ്പോ ഫബുഹിതല്ലദീ കഫർ, അവന്റെ ബായ് കൊത്തിപ്പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബായ് കൊത്തിപ്പോയി, പിന്നെ അവന് പൽക്കറിയുണ്ടായില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ ഹിക്മത്തും എല്ലാ രീതിയിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ദഅവത്താക്കി ചൊല്ലുന്നത് നാം മനസ്സിലാക്കുന്നു. ഇങ്ങനെ ജാവും പോലും കഷ്ടബന്ത് അബ്ബർ മുട്ട പോയിട്ട് കുടുംബത്തങ്ങളെ മുട്ട പോയിട്ട് റായത്തങ്ങളെ മുട്ട പോയിട്ട് രാജാവിനെ മുട്ട പോയിട്ട് ഈ ദഅവത്ത് ചൊല്ലുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊണ്ട കഷ്ടബന്ത് അല്ലെ? ಇಂದು ನನ್ನ ಹಬ್ಬ ನಂದ ಅವತ್ರ ಪರ್ತಿಟ್ಟೆಂಗೂ ಸಮ, ಈ ರಾಯತನ ನಂದ ಕಲ್ಲರ್ಗೆ ಓಡು ಬಾಟಿಂಗೂ ಸಮ, ನಂದ ರಾಜಾವು ಆ ತೀಗುಂಡಾರ ತೆಗೆಟ್ಟಿಟ್ಟು ನಂಗೆ ಕತ್ತು ಬಾಟಿಂಗೂ ಸಮ. ನಂದ ಹಬ್ಬಂ ನಂದ ಕುಟುಂಬತ್ತಂ ನಂದ ರಾಯತಂ ಈ ರಾಜಾವು നണ്ടൊട്ടിയെ സ്വർഗത്തിൽ ഇക്കുന്നു ചൊല്ലുന്ന അതിയായ ആഗ്രഹത്തിന്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ദഅവത്തുക്ക് മുന്നോൽപ്പമന്നെ ചൊല്ലുന്നത് നാം മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അതെ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിളിக்கிறവന്റെ കാണ ഖൈറായവൻ അല്ലാഹു കേൾക്കും. അല്ലാഹുവിനെ മുട്ട വിളിக்கிறവന്റെ കാണ ഖൈറായവൻ, ഔലിയാക്കന്മാരെ മുട്ട വിളിக்கிறവന്റെ കാണ ഖൈറായവനുണ്ടല്ല, അമ്പിയാക്കന്മാരെ മുട്ട വിളിக்கிறവന്റെ കാണ ഖൈറായവനുണ്ടല്ല, ഖബറുള്ള ആൾമാരെ മുട്ട വിളിக்கிறവന്റെ കാണ ഖൈറായവനുണ്ടല്ല. അല്ലാഹുവിന്റെ മുട്ടത്തിൽ വിളിக்கிறവന്റെ കാണ ഖൈറായവൻ വേറാറുള്ള വഅമില സാലിഹൻ അവൻ സാലിഹത്ത് ആക്രവന്റെ കാണ വഇന്നനി മിനൽ മുസ്ലിമീൻ നാം മുസ്ലിമൈത്തിക്കര ചൊല്ലുറവന്റെ കാണ ഖൈറായവൻ വേറാറുള്ള. അത് കേട്ട് അല്ലാഹുവിനെ മാത്രം വിളിച്ച് ദുആ ചെയ്യണം. അള്ളാഹു മുട്ടത്ത് കയറ്റിക്കുന്ന ആൾമാരെ നിങ്ങൾ വിളിക്കണായ ചൊല്ലേ ആ ഒരു പാട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവന ചരിത്രത്തിൽ നമുക്ക് പഠിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പറെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള ആൾമാരെ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ടെ. വ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു